വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെൽ ബയോളജി ആൻഡ് ബയോ കെമിസ്ട്രി എന്ന് പറയുന്ന പേപ്പറിൽ 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് കടന്നു പോകുന്നുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ലാംബ്രഷ് ക്രോമസോം, എന്താണ് ന്യൂക്ലിയോലസ്, എന്താണ് ക്ലോറോപ്ലാസ്റ്റ്, ഗോൾഗി കോംപ്ലക്സിനെ കുറിച്ചിട്ടൊരു നോട്ട് എഴുതാം. പിന്നെ ഹാപ്ലോയിഡിൻ പോളിപ്ലോയിഡിൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ആദ്യത്തെ 6 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൽ ബയോളജി എന്ന് പറയുന്ന പോർഷൻ നിന്നാണ് വന്നിട്ടുള്ളത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ബാക്കി 6 ക്വസ്റ്റ്യൻസ് വരുന്നത് ബയോ കെമിസ്ട്രീൻ്റെ പോർഷൻ നിന്നാണ്. എന്താണ് കോഎൻസൈം, എന്താണ് ട്രൈ അസൈൽ ഗ്ലിസറോൾസ്, എന്താണ് സ്വിറ്റർ അയോൺസ്, എന്താണ് മാക്രോ മോളിക്യൂള, എന്താണ് എൻസൈം റെഗുലേഷൻ എന്ന് പറയുന്നത്, എന്താണ് പെപ്റ്റൈഡ് ബോണ്ട്. ഇങ്ങനെയാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. അതായത് നമുക്ക് 8 ക്വസ്റ്റ്യൻ എങ്കിലും എഴുതണം. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക്, ഓവറോൾ സീലിംഗ് 24 എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ആ പാറ്റേൺ അല്ല. ഓക്കെ, ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻ്റർഫേസ് ന്യൂക്ലിയസിൻ്റെ ഓർഗനൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. പിന്നെ വന്നിട്ടുള്ളത് സെൽ സൈക്കിൾ, അതിൻ്റെ സെൽ സൈക്കിളിനെ കുറിച്ചിട്ടൊരു അക്കൗണ്ട് എഴുതാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട പോർഷൻ മിയോസിസിന് സ്പെഷ്യൽ മെൻഷൻ കൊടുത്തിട്ട് സെൽ സൈക്കിൾ എന്താണെന്ന് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് സെല്ലിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ്, എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു പ്രോകാരിയോട്ടിക് സെല്ല് ഉണ്ടാവുക, എങ്ങനെയാണ് ഒരു യൂകാരിയോട്ടിക് സെല്ല് ഉണ്ടാവുക എന്ന് എഴുതാനുള്ളൊരു ക്വസ്റ്റ്യനാണ് അടുത്ത് വന്നിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ് സൈറ്റോസ്കെലിട്ടൺ, എന്താണ് സൈറ്റോസ്കെലിട്ടൺ, സൈറ്റോസോള്, വാക്യൂള്, ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ വന്നിരിക്കുന്ന ന്യൂക്ലിയോടൈഡിൻ്റെ ഫങ്ഷനും അതുപോലെ തന്നെ സ്ട്രക്ചറും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓവറോൾ ഈ ഒരു 2021 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ എൻസൈം ആക്ഷനെ കുറിച്ചിട്ടൊരു അക്കൗണ്ട്, അമിനോ ആസിഡ്സിനെ പറ്റിയിട്ടൊരു അക്കൗണ്ട്. അത്രയാണ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൽ 11 മാർക്കാണ് കാണിക്കുന്നത്. അത് ആ ഒരു ചെറിയൊരു വേരിയേഷൻ കൊണ്ടാണ്. ഓക്കെ, ആ ഒരു കൊല്ലം മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൽ ഓർഗനൽസ്, യൂകാരിയോട്ടിക് സെല്ലിലുള്ള സെൽ ഓർഗനൽസ് ഏതൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് പ്രോട്ടീൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ബയോളജിക്കൽ ഫങ്ഷനും കുറിച്ചൊരു അക്കൗണ്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു പോർഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതിൽ സെൽ ബയോളജിക്കും അതുപോലെ തന്നെ ബയോ കെമിസ്ട്രിക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ സെൽ ബയോളജിയിൽ നിന്ന്, 3 ക്വസ്റ്റ്യൻ ബയോ കെമിസ്ട്രിയിൽ നിന്ന്. ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് ഓരോന്നും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 2021 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.